വെൽക്കം ബാക്ക് ടു സഫ്ല ഷിഫ വ്ളോഗ്സ്. അപ്പോൾ നമ്മളിതേ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ഉച്ച ടൈം ആയിട്ടില്ല, ലഞ്ചൊക്കെ കഴിക്കുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. പുറത്തുനിന്ന് ലഞ്ചൊക്കെ കഴിക്കാൻ വിചാരിച്ചു. അത് നമ്മുടെ ചാബ് അമ്മച്ചിൻ്റെ ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്താ പ്ലാൻ എന്നൊന്നും അറിയില്ല. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. കൈ കൊണ്ട് പറയേ. Hi guys. Hi guys. Hi guys. Hi guys. Hi guys. ആസ് യൂഷ്വൽ എപ്പോഴത്തെയും പോലെ ചിയുദേ ഫ്രഷായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചാബ്മാമയുടെ സ്ഥലത്തെത്തിയിട്ട് അവിടെയാണ് ചാബ്മാമ സ്റ്റേ ചെയ്യണം. അപ്പോൾ അവിടുന്ന് നമ്മൾ ചാബ്മാമയുടെ കാറിൽ പോകാമെന്ന് പറഞ്ഞാണ് പ്ലാൻ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ചാബ്മാമയുടെ കാറിൽ കയറി അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ലഞ്ച് ടൈം ആയല്ലോ. അപ്പോൾ ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനാണ് ആദ്യമുള്ളത്. അതിന് ശേഷം നമ്മൾ കുറേ പ്ലാൻ ചെയ്ത് കുറേ എവിടേക്കോ എത്തുന്നുണ്ട്. കുറേ നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ നമ്മൾ കുറേ റാസൽ ഖൈമ വരെ എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ ഡേ ഫുൾ സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ തീരുമാനിച്ചിട്ട് അപ്പോൾ നമ്മൾ അതിൽ എല്ലാവർക്കും വിശക്കുന്നുണ്ട്. അപ്പോൾ ലഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഈ എന്താ പറയുക, കീർത്തി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നല്ല മീൽസ് കിട്ടുന്ന ചാബ്മാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറയുന്നുണ്ട് കഴിച്ചവരൊക്കെ നല്ല മീൽസ് എന്നാണ്. പിന്നെ അങ്ങോട്ട് തന്നെ പോയി നമ്മളിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഞാനും ഷിഫാദും ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാവരും കാറിന്നൊക്കെ ഇറങ്ങി. നല്ല ചൂടാണ്, അറിയാമല്ലോ ഈ ടൈം നല്ല ചൂടുള്ള ടൈമാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് ചൂടുണ്ട്. അപ്പോൾ നമ്മളിതേ കയറി സീറ്റൊക്കെ ഓക്യുപ്പൈ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. നല്ല ക്രൗഡഡ് ആയിരുന്നു കേട്ടോ, റെസ്റ്റോറൻറ്റ് നല്ല ക്രൗഡഡ് ആയിരുന്നു. ഇപ്പം നമ്മൾക്ക് നോർമലി ഉച്ച ടൈമിൽ ഒരു മീൽസ് കഴിക്കുക എന്നുള്ള എപ്പോഴും അതാണ് ഒരു ആഗ്രഹം. പിന്നെ അവിടെ എത്തിയപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കുക എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മൾ എല്ലാവരും 4 പേര് മീൽസിൽ തന്നെ കഴിക്കാമെന്നുള്ള രീതിയിൽ വന്നു. അപ്പോൾ അതേ വെയിറ്റ് ചെയ്യാണ്. മീൽസ് എന്താണെന്ന് നമുക്കറിയില്ല, ഇതുവരെ നമ്മൾ കഴിച്ചിട്ടില്ല, എങ്ങനെയാണ് ടേസ്റ്റ് എന്നൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ മീൽസ് ഓർഡർ ചെയ്തു. മീൽസ് വന്നു. അതിൽ കുറേ കറികളുണ്ടായിരുന്നു കേട്ടോ. അവിയലൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എന്തോ പൈനാപ്പിൾ പച്ചടി അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫിഷ് ഫ്രൈൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ചമ്മന്തി, പിന്നെ ഈ ഫിഷ് പീര അതുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. കറികളൊക്കെ വന്നു, ചോറ് വന്നിട്ടില്ല. ചൂട് ചോറാട്ടോ അവർ കൊണ്ടുവന്ന് തന്നത്. നല്ല കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു റെസ്റ്റോറൻറ്റ്. അങ്ങനെ എല്ലാവരും ഗംഭീരമായി കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ഒരു മീൽസ് അടിപൊളിയായിരുന്നു. കൂട്ടം കറികളുണ്ടായിരുന്നു കേട്ടോ. ഫിഷ് കറി ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു, 3 രസം ഉണ്ടായിരുന്നു, പിന്നെ പരിപ്പ് മാത്രമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി കഴിച്ച് എനിക്ക് ഫിഷ് കറി നല്ല ഇഷ്ടമായി. പിന്നെ ഈ സാമ്പാർ എനിക്ക് ഓക്കെ ആയിരുന്നു. അതുപോലെ പരിപ്പും കൊള്ളായിരുന്നു. അടിപൊളിയായിട്ടുള്ള ഒരു സദ്യ തന്നെ കഴിച്ചു. ഇത് കാണുമ്പോൾ എനിക്കിപ്പോൾ വെള്ളം വരുന്ന വായിൽ കൊതിയാണ്. അതുപോലെ നമ്മളൊരു ഫിഷ് വാങ്ങിച്ച് തവ ഫ്രൈ വാങ്ങിച്ച് ഒട്ടും കൊള്ളില്ലായിരുന്നു. ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഒട്ടും കൊള്ളില്ലായിരുന്നു. എന്താ പറയുക, കുറച്ച് മുളക് പൊടിയിൽ മിക്സാക്കി ആ ഫിഷ് എടുത്ത പോലെ ഉണ്ടായിരുന്നു. പിന്നെ കഷ്ടപ്പെട്ട് കഴിക്കേണ്ട വന്നു, അങ്ങനെ കഴിച്ചു. നമ്മളിതേ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി റിപ്പിൾസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ. ഷാർജയ്ക്കാണ് പിന്നെ വന്നത്. അങ്ങനെ എവിടേക്കോ തിരിഞ്ഞ് കഴിച്ച് അങ്ങനെ കറങ്ങി ഷാർജയിലുള്ളൊരു ഈ വെയർ ഹൗസ് പോലത്തെ ഒരു ഷോപ്പുണ്ട്. ഇത് ഒരു വെയർ ഹൗസ് അല്ല,
ഇതൊരു ഷോപ്പാണ്. എന്നുവെച്ചാൽ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. സ്റ്റാർട്ടിങ് 10 ദിറംസ് മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല നല്ല കുട്ടികൾക്കുള്ള ടീഷർട്ട് ഉണ്ട്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ആയിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ. നല്ല ടീഷർട്ട്, കുട്ടികൾക്കുള്ള ടീഷർട്ട് ഉണ്ട്. റിപ്പിൾസ് എന്നാട്ടോ ഈ ഷോപ്പിൻ്റെ പേര്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ട്രൗസേഴ്സ് ആണെങ്കിലും ഫ്രോക്സ്, അങ്ങനെ കുട്ടികൾക്കുള്ള കളക്ഷൻസ് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. 10 ദിറംസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. ജീൻസ് ആണെങ്കിലും കുറേ വെറൈറ്റി ടൈപ്പ് ജീൻസ് ഉണ്ട്. ക്ലോത്തും നല്ല അടിപൊളി ക്ലോത്താട്ടോ, നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്താണ്. അപ്പോൾ നമുക്ക് ഇത് വേർത്താണ്. ഈ 10 ദിറംസിനൊക്കെ ഇത്രയും ക്വാളിറ്റിയിൽ കൊടുക്കുക എന്നുള്ളത് വേർത്താണ്. അതുപോലെ തന്നെ കുറേ ഇതിൻ്റെ ആ ഒരു 10 ദിറംസ് എന്ന് പറയുന്ന ആ ഒരു ഓഫറിലിട്ട സംഭവങ്ങളുണ്ട്. അല്ലാതെയുള്ള കുറച്ച് കൂടുതൽ ക്വാളിറ്റി ആയിട്ടുള്ള കുറച്ചും കൂടി ഐറ്റംസും ഉണ്ട് കേട്ടോ, കുട്ടികളുടെ തന്നെ. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ നല്ല ഇഷ്ടപ്പെട്ടത് കുട്ടികളുടെ കളക്ഷൻസാണ്. വലിയവൻ്റെ കളക്ഷൻസ് വളരെ കുറവാണ്, ലേഡീസിൻ്റെ വളരെ കുറവാണ്. ജെൻസിൻ്റെ പിന്നെയും അപ്സ്റ്റെയർ ആണ് തോന്നുന്നു. അത് ഞാൻ പോയില്ല, മാമ പോയിട്ടുണ്ടായിരുന്നു. മാമ പോയി നോക്കി വന്നപ്പോൾ ഒട്ടും കൊള്ളിലായിരുന്നു. അത്ര വെറൈറ്റി കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ കുട്ടികൾ എന്നുവെച്ചാൽ ഒരു 0 to 8 to 9 വരെയുള്ള 10 വരെയുള്ള കുട്ടികൾക്ക് കളക്ഷൻസ് നന്നായി അടിപൊളിയായിട്ടുണ്ട്. അത്രയും നല്ല ചീപ്പായിട്ടുള്ള ഒരു ബഡ്ജറ്റിലാട്ടോ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ഡ്രസ്സസ്. എല്ലാ ടൈപ്പ് ഡ്രസ്സസും ഉണ്ട്. ടീഷർട്ട്, ഷർട്ട്, ഇവിടെ ബോയ്സ് വെയർ ആണെങ്കിലും മറ്റേ ഗേൾസിൻ്റെ ആണെങ്കിലും നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസാണ്. എനിക്ക് ടോട്ടലി നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല, നോക്കി നിൽക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. നമുക്ക് കുറച്ചും ജസ്റ്റ് നമ്മൾ നോക്കാൻ വന്നു. ഇങ്ങനത്തെ വെയർ ഹൗസുകളുടെ ഏരിയ ആണ് കേട്ടോ ഇത് മൊത്തം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മൾ പ്രത്യേകിച്ചൊന്നും എടുത്തൊന്നുമില്ല. പക്ഷെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. തിരഞ്ഞ് നിൽക്കണം. സൈസ് നമുക്ക് ചിലപ്പോൾ ചില കളക്ഷൻ നമുക്ക് ഇഷ്ടപ്പെട്ടതിൽ ചിലപ്പോൾ സൈസ് ഉണ്ടാവില്ല. അങ്ങനെ നോക്കിയെടുക്കാൻ കുറച്ച് ടൈമായിരിക്കും. അപ്പോൾ ചിയൂന് നോക്കിയപ്പോൾ കുറച്ച് വലിയ ടൈപ്പായിരുന്നു. ഇതൊക്കെ കണ്ടോ 15 ദിറംസേ ഉള്ളൂ. അതൊക്കെ ഭയങ്കര ചീപ്പായിട്ടുള്ള പ്രൈസാണ്. നല്ല ക്വാളിറ്റി ആയിരുന്നു ഡ്രസ്സൊക്കെ, നല്ല ഒരു ക്വാളിറ്റി സ്റ്റഫായിരുന്നു. നമുക്ക് പിന്നെ ഷോപ്പിങ്ങിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അത്രയും സ്പെൻഡ് ചെയ്യും ടൈം. നമുക്ക് എത്ര ടൈമാണെങ്കിലും കുഴപ്പമുണ്ടാകും. നമ്മൾ കുട്ടികളുണ്ടോയെന്നൊന്നും നമ്മളെ കൂടെ ഉണ്ടോയെന്നൊന്നും നമ്മൾ നോക്കില്ല. നമ്മൾ അത്രയും എന്താ പറയുക, ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലോത്തുമാണ്. പക്ഷെ ഞാൻ വൈറ്റിൽ ചിയൂനിപ്പോൾ എടുക്കാത്തതുകൊണ്ട് പിന്നെ നമ്മൾ എടുത്തില്ല. അങ്ങനെ നമ്മൾ പോയത് അതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടുള്ള ഒരു ഏരിയയിലൊരു ഷോപ്പുണ്ട്. ഇതൊരു വെയർ ഹൗസാണ് കേട്ടോ. ഇതിൽ എല്ലാ ബ്രാൻഡഡ് പ്രോഡക്ട്സിൻ്റെയും ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസിൻ്റെയും ഐ തിങ്ക് കോപ്പിയാണ് തോന്നുന്നുണ്ട്. അല്ലാതെ ഇത്ര ചീപ്പായിട്ട് നമുക്ക് കിട്ടില്ല. ഇപ്പോൾ ലബൂബ് ആണെങ്കിലും നമ്മൾ 79-നൊക്കെയാണ് നമ്മുടെ ദുബായ് മാളിലൊക്കെ അത് സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് വന്നപ്പോൾ അത് 49. മറ്റേ ബ്രാൻഡ് തന്നെയാണ്, മറ്റേ പോപ്പ് അങ്ങനെ സംതിങ് എന്തോ ഉണ്ടാവില്ല. അതിൻ്റെ ഒരു ഇതിൽ ബോക്സിൽ ഉണ്ടാവും, മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ബ്രാൻഡ്. അതുതന്നെയാണ്. പിന്നെ നമുക്ക് കുറേ കോസ്മെറ്റിക് ഐറ്റംസ് നമുക്കിതിൽ കാണാൻ പറ്റും കേട്ടോ. എന്നുവെച്ചാൽ എല്ലാം ഇതിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ കേൾക്കാത്ത ബ്രാൻഡും ഉണ്ട്, കേട്ടിട്ടുള്ള ബ്രാൻഡും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് ഷോപ്പ് ചെയ്യാന്ന് പറയുന്നത് ഈ എന്താ പറയുക, ഷോപ്പൊക്കെ വെച്ചിട്ട് സെല്ല് ചെയ്യുന്നവർക്ക് ഇവിടുന്ന് എടുത്തിട്ട് പോയിട്ടായിരിക്കും ചിലപ്പോൾ വിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. കോസ്മെറ്റിക് ഐറ്റംസ് ചിലതൊന്നും എനിക്ക് അറിയുന്നില്ല, കാരണം ഞാനൊക്കെ ഭയങ്കര മേക്കപ്പ് ഫ്രീക്ക് ആയിരുന്നു. പക്ഷേ പ്രഗ്നൻ്റ് ആയത് മുതൽ ഞാൻ വളരെ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആഫ്റ്റർ ഡെലിവറി ആണെങ്കിൽ ഞാനത് ആ ഒരു യൂസ് ചെയ്യൽ വളരെ കുറച്ചു. ലിപ്സ്റ്റിക്കാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം. പിന്നെ ലിപ്സ്റ്റിക്ക് മെയിനായിട്ട് യൂസ് ചെയ്യും. ഇത് കണ്ടോ, നെയിലിൻ്റെ സംഭവങ്ങളൊക്കെ എന്താ കറക്റ്റായിട്ട് പറയുന്ന പോലെ എനിക്കറിയില്ല. മറ്റേ ഫേക്ക് നെയിൽസ് ആണെന്ന് തോന്നുന്നു അതിനെ പറയാം. പിന്നെ ഇയറിങ്സിലൊന്നും വലിയ കളക്ഷൻസൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ ഓണസ്റ്റ്ലി നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസ്, അതുപോലെ തന്നെ ഈ ക്ലച്ചസ് ഇല്ലേ, നമ്മൾ ഹെയർ ക്ലച്ചസ്, ക്ലിപ്സ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. ലിപ്സ്റ്റിക്ക്, കൺസീലർ, അതുപോലെ തന്നെ ലിപ് ബാം, ലിപ് ലൈനർ, ഐലേഷസ്, കേളർ ഉണ്ട്, അതുപോലെ തന്നെ ഫേക്ക് ഐലേഷസ് ഉണ്ട്. പിന്നെ ഇത് ടിൻ്റാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ചീപ്പാണ്. എന്നുവെച്ചാൽ ഒരു പ്രൈസ് ഇട്ടിട്ടുണ്ടാകും, അത് വാസ് എന്ന് എഴുതിയിട്ട് നൗ എന്നുള്ള പ്രൈസിലാണ് നമ്മൾ നോക്കേണ്ടത്.
അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയെടുക്കുമ്പോൾ നമുക്കത് ചീപ്പായിട്ട് തോന്നും. കാരണം അതെ, എനിക്ക് ഇവിടുന്ന് ഈ കോസ്മെറ്റിക് ഐറ്റംസ് എനിക്ക് ചീപ്പായിട്ട് നന്നായി തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത് ബ്രാൻഡഡ് അല്ലെങ്കിലും യൂസ് ചെയ്യാൻ സേഫായിട്ടുള്ള സംഭവങ്ങൾ തന്നെ ആയിരിക്കും. നമുക്ക് നല്ല കൺഫ്യൂസ്ഡ് ആവും, കാരണം അത്രയും വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഏതെടുക്കാന്നുള്ള നല്ല ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ, എല്ലാ ഷെയ്ഡ്സും അവൈലബിൾ. അപ്പം ഞാൻ കയ്യിലൊന്ന്, കാരണം 4 dirhamsേ ഉള്ളൂ ഈ ലിപ് ലൈനറാട്ടോ, ലിപ് ലൈനറിനൊക്കെ 4 dirhamsേ ഉള്ളൂ. അതുപോലെ തന്നെ ലിപ്സ്റ്റിക്സ്, പിന്നെ ഐ ഷാഡോ പാലറ്റ്, കൺസീലർ, പിന്നെ ഷിമ്മേഴ്സ്. ഇത് ടിൻറ്റ് ഇങ്ങനെ ഞങ്ങൾ എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ടിൻറ്റ് വാങ്ങിക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞാൽ എൻ്റെ മാമി ഹിന അവൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടോ, ഭയങ്കര പ്രൈസ് ഭയങ്കര കുറച്ചാണ്. 9, 10, 8, 12. അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുള്ള പ്രൈസാണ് ഏറ്റവും അവർ കൂടുതലായിട്ടുള്ള പ്രൈസ്. അത് ഉണ്ടായിരുന്ന പ്രൈസാണ്. ഇപ്പോൾ ഉള്ള പ്രൈസാണ് നമ്മൾ താഴെ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിലെന്താ വാസ്തവം എന്നറിയില്ല. ഇപ്പോൾ ഹീന അത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ ടിൻറ്റ് കുറേ നേരം ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതെനിക്ക് തോന്നുന്നു എന്തോ ഐലാഷസോ അങ്ങനെ എന്തോ പറയുന്നുണ്ട്. ഐബ്രോ ജെല്ലാണ് തോന്നുന്നു, അങ്ങനെ എന്തോ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയാത്ത കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ അവിടെ. നമ്മൾ ഇതുവരെ യൂസ് ചെയ്യാത്ത കുറേ ടൈപ്പ് പ്രോഡക്റ്റ്സ് അവിടെ കാണുന്നുണ്ട്. അപ്പം ഞാനിത് ഇതെന്താന്ന് ഇങ്ങനെ ചോദിച്ച് നടക്കുക. അപ്പോഴാണ് അവരിങ്ങനെ പറഞ്ഞു തന്നത് ഇതാണ് ഈ ഐറ്റംസാണ്. അതുപോലെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസും ഷീഗ്ലാമൊക്കെ ഭയങ്കര ബ്രാൻഡഡ് ആയിട്ട് ഐറ്റംസ്. അതിൻ്റേതായ വിലയുണ്ട് കേട്ടോ. എന്നാലും അത്രയ്ക്കില്ല. നമ്മളിതൊക്കെ ഷോപ്സിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ ഒരു എന്താ പറയുക. അതുപോലെ തന്നെ റെവലോൺ, അതൊക്കെ അതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇവിടെ 20% ഓഫിലാണ് അവർ തരുന്നത്. ഷോപ്പിലൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇതൊക്കെ 100 above ആയിരിക്കും ഉണ്ടാവുക. മേ ബി അതും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അത് കോപ്പിയാണോ. അതുപോലെ തന്നെ ഇവിടെ ഒരു പെർഫ്യൂംസിൻ്റെ കളക്ഷൻ എന്നുണ്ട്. പക്ഷേ പെർഫ്യൂംസ് അവർ മേക്ക് ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. നമ്മുടെ സ്മെല്ലിനനുസരിച്ചിട്ട് അവർ മേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെൻ്റെ കോൾഡ് വാട്ടറിൻ്റെ ഭയങ്കരമായ ഫേവറേറ്റ് ആയിട്ടുള്ള ഡേവിഡോഫിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ആട്ടോ. പക്ഷേ ഇവിടെ എനിക്ക് പെർഫ്യൂമിൻ്റെ പ്രൈസ് നോക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം നമ്മൾ ഇതിന്ന് വാങ്ങിക്കുന്ന പ്രൈസ് പോലെ ഉണ്ട്. കാരണം നമ്മൾ ഈ നെസ്റ്റോ അതുപോലെ തന്നെ കാലിഫോ, ലുലുവിലൊക്കെ ഓഫർ ഉണ്ടാവുന്ന പ്രൈസാണ് എനിക്ക് ഇവിടെ തോന്നുന്നത്. അങ്ങനെ നമ്മൾ അപ്സ്റ്റെയർ പോയി. അപ്സ്റ്റെയറാണ് ഒരു ലോകം തന്നെ ഉണ്ട് കേട്ടോ. എന്താ പറയുക, ഒരു ലോകം എന്നെ ഇല്ലാത്തത് അവിടെ ഇല്ല. കുറേ റിസ്റ്റ് വാച്ചിൻ്റെ ഏരിയ ഉണ്ട്. അത് മെന്നിൻ്റെ ഉണ്ട്, ലേഡീസിൻ്റെ കളക്ഷനും ഉണ്ട്. പിന്നെ ഓർണമെൻറ്റ്സ്, അങ്ങനെ അതിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട്. പക്ഷേ ഓർണമെൻറ്റ്സിൻ്റെ ഒന്നും വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഇല്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസേ ഉള്ളൂ കേട്ടോ. ഈ ഓർണമെൻറ്റ്സൊക്കെ കുറച്ച് ഹെവി ആയിട്ടുള്ള, എനിക്ക് കുറച്ച് പഴയതുപോലെ ഫീൽ ചെയ്തു. അങ്ങനെ ആരും വാങ്ങിക്കാതെ. പിന്നെ കുറച്ച് ഈ ക്ലച്ചസൊക്കെ അടിപൊളിയായിട്ട് അവർ കുറേ വെറൈറ്റീസ് ഉണ്ട്. ബാഗ്സ്, അതുപോലെ തന്നെ ഈ കുട്ടികളുടെ സ്കൂൾ ബാഗ്സ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. പിന്നെ ഈ ടോയ്ലറ്റ്രീസ് മീൻസ് ഈ ഷാംപൂ, കണ്ടീഷണർ, ഷവർ ജെൽസ്, അങ്ങനെ കുറേ. പിന്നെ ബോഡി ലോഷൻ, ക്രീം, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഇതൊരു ക്ലച്ചസിൻ്റെ ഏരിയ ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ക്ലച്ചസൊക്കെ നമുക്ക് അവൈലബിൾ. പ്രൈസൊക്കെ വളരെ കുറവാണ്. 23, അങ്ങനെ 20 അത്രയൊക്കെ ഉള്ളൂ. 19 കണ്ടോ, ഇതിന് ഈ ഫ്ലവർ വെച്ച് ആ ഒരു ക്ലച്ചിന് 19 ഉള്ളൂ. പിന്നെ ഹാൻഡ് ബാഗ്സ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ സൈഡ് ബാഗ്സൊക്കെ ഇല്ലേ, നമുക്കിങ്ങനെ ഫോൺസും പാസ്പോർട്ട്സൊക്കെ വെക്കുന്ന അങ്ങനത്തെ ട്രാവൽ ചെയ്യാൻ പറ്റിയ ബാഗ്സ്, അതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ നോക്കി നടക്കുക. എന്താ പറയുക, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. കാരണം അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഷോപ്പിംഗ് ചെയ്യാൻ വരുന്നവർക്ക് ഇവിടെ വന്ന് അതുപോലെ തന്നെ ബോഡി സ്ക്രബ്സ്, പിന്നെ നമ്മുടെ ഈ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ, ഹാർപ്പിക്ക്, അങ്ങനത്തെ ടൈപ്പൊക്കെ കുറേ അങ്ങനത്തെ ടൈപ്പ് സംഭവങ്ങളുണ്ട് ഒരു ഏരിയയിൽ. അതൊക്കെയാണ് ഫുള്ള് ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന സംഭവങ്ങൾ. അങ്ങനെ അതിൻ്റെ കുറേ വെറൈറ്റി കണ്ടു നമ്മൾ. പിന്നെ ഇതൊക്കെ എന്ന് പറയുന്നത് മറ്റേ ക്യാൻഡിൽസാണ് തോന്നുന്നുണ്ട്. പിന്നെ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കാട്ടോ നമ്മൾ വന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഡ്രസ്സിൻ്റെ സെക്ഷൻ. പക്ഷേ ഡ്രസ്സിൻ്റെ സെക്ഷൻ എന്ന് പറയുമ്പോൾ എനിക്കിവിടെ ആ ഷോപ്പിൽ കണ്ടതിനേക്കാളും അത്ര സൈസ് അവൈലബിളും അല്ല, വെറൈറ്റിയും ഇല്ല.
യൂസ്ഡ് പോലെ എനിക്ക് തോന്നി. കിഡ്സിൻ്റെ വെയർ എനിക്ക് കുറച്ച് യൂസ്ഡ് പോലെ തോന്നി. പക്ഷെ മറ്റേ ടീഷർട്ട്സൊക്കെ അടിപൊളിയായിരുന്നു. നല്ല ഫ്രഷ് ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു. അതിൽ ഷിഫാദ് ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 15 dirhamsൻ്റെ ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചാബ്മാമ എത്രയോ 15 അല്ല, വേറെ ഏതോ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് എത്രയോ dirhams എന്ന് അറിഞ്ഞില്ല. ഇതൊക്കെ കണ്ടോ, ഈ ട്രൗസേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു 15 ഐ തിങ്ക് 10 dirhams. പക്ഷേ ഈ ഒരു പ്രൈസിന് നമുക്ക് വേറെ സ്ഥലത്തും കിട്ടും കുറച്ച് നല്ലതായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നൊന്നും നോക്കിയില്ല. ബാഗ്സിൻ്റെയും കളക്ഷൻ കണ്ടിട്ടാണ് ഞാൻ ഞെട്ടിയത്. അത്രമാത്രം കളക്ഷൻസ് അവർക്ക് ബാഗ്സിന് വേണ്ടി മാത്രമുണ്ട്. അത് നമ്മളിങ്ങനെ കണ്ട് അടിപൊളിയായി ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. അറിയാമല്ലോ, നമുക്ക് ഇങ്ങനെ ഇത് കണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടം. വാങ്ങിയില്ലെങ്കിലും കണ്ടെങ്കിലും നടക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കി പല വെറൈറ്റി എന്ന് പറയുമ്പോൾ പലതായിട്ടുള്ള ടൈപ്പ് ഉണ്ട് കേട്ടോ. നമ്മൾ ഓരോന്നിങ്ങനെ നോക്കി നടക്കുന്നുണ്ട്. പിന്നെ കണ്ടോ, കുറേ കുട്ടികളുടെ ആയിട്ടുള്ള കുറേ റിസ്റ്റ് വാച്ചസ് ഉണ്ട്. ഇത് കുട്ടികളുടെ ഏരിയ, കുട്ടികളുടെ സ്കൂളിന് വേണ്ട ഐറ്റംസിൻ്റെ ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ ബാഗ്സും പൗച്ചസും അതിൻ്റെ ഹാൻഡ് ബാഗ്സിൻ്റെയും ക്ലച്ചസിൻ്റെ അതിൻ്റെ ഏരിയ ആണ് കൂടുതൽ. നിങ്ങൾക്ക് തന്നെ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടോ, ഈ ക്ലച്ചസിൻ്റെ ഭംഗി നോക്ക്. സ്റ്റോണ്ടായിട്ട് നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലച്ചസൊക്കെയാണ്. അതിന് അത്രയ്ക്കൊന്നും പ്രൈസില്ല, 25 dirhams അത്രയൊക്കെ ഉള്ളൂ. ഒക്കെ ഭയങ്കര ചീപ്പായിട്ടുള്ള പ്രൈസാണ്. പിന്നെ RBTയുടെയൊക്കെ ബ്രാൻഡിൻ്റെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് അവർ ഐ തിങ്ക് കോപ്പി തന്നെയായിരിക്കും. അങ്ങനെ ഇതിൻ്റെ അപ്സ്റ്റെയറാണ് ഒരു എന്താ പറയുക, ചെരുപ്പുകളുടെ ഒരു വേൾഡ് എന്ന് തന്നെ പറയാം. പല ടൈപ്പ് ചെരുപ്പുണ്ടാവും, അതുപോലെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവം. പക്ഷേ എനിക്ക് തോന്നുന്നു ബ്രാൻഡഡിൻ്റെ ആ കംഫേർട്ട് എനിക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പ്രൈസ് വൈസും ബ്രാൻഡഡിനെ വെച്ച് നോക്കുമ്പോൾ കുറവ് തന്നെയാണ്. പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും കുറവായിട്ട് കാണാൻ പറ്റിയത് ഒരു 5 dirhamsൻ്റെ സ്ലിപ്പേഴ്സ് മാത്രം. ആ എൻഡിലിരിക്കുന്ന 5 dirhamsൻ്റെ സ്ലിപ്പേഴ്സ് മാത്രമേ കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നും. പക്ഷേ ഷൂസും സാൻഡൽസും ചപ്പൽസൊക്കെ അടിപൊളിയായിരുന്നു. ഇടുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത പോലെ തോന്നി. പക്ഷേ എന്നാലും എനിക്ക് ബ്രാൻഡഡിൻ്റെ ആ ഒരു കംഫേർട്ട് കിട്ടുമോയെന്ന് എനിക്ക് ഡൗട്ടാണ്. അതെനിക്കറിയില്ല, അത് യൂസ് ചെയ്ത് തന്നെ നോക്കണം. ഞങ്ങൾ വാങ്ങിയില്ല, അതുകൊണ്ട് പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ടൈപ്പ് സ്ലിപ്പേഴ്സിനാണ് 5 dirhams കേട്ടോ അതിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ 49 dirhams. ഇതൊക്കെ ആരെ യൂസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കിഷ്ടമായില്ല. ഇത് സാൻഡൽസും സ്ലിപ്പേഴ്സും അതുപോലെ തന്നെ ലേഡീസ് വെയർ എനിക്ക് തോന്നുന്നു നല്ല കുറച്ച് കുറേ വെറൈറ്റി ഉണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഇങ്ങനത്തെ ചപ്പൽസിൻ്റെ കുറേ വെറൈറ്റി എനിക്ക് കാണാൻ പറ്റി. എല്ലാ ടൈപ്പും, സ്റ്റോൺ ടൈപ്പ് ഉണ്ട്, ലെതർ ടൈപ്പ് ഉണ്ട്. അതെനിക്ക് കുറച്ച് ഓക്കെ ആയിട്ട് നല്ല ഇഷ്ടമായത്. ഇത് പിന്നെ ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ള, പിന്നെ ഇതൊക്കെ ഉണ്ട്, ഈ ബ്ലാക്ക് സ്റ്റോൺ വെച്ചത് അതും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അവരെന്നെ ഒന്ന് ഗൈഡ് ചെയ്യാൻ വന്നു, എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചു. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞ് ഞാൻ മെല്ലെ അവിടുന്ന് മുങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളൊന്നും എടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ. ദുബായ് ബേസ്ഡ്, UAE ബേസ്ഡ് ആയിട്ടുള്ളവർക്ക് വന്ന് ഷോപ്പ് ചെയ്യാമെന്നുള്ള മീൻസ് ബ്രാൻഡ് ഫ്രീക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ഞാനൊരു ബ്രാൻഡ് ഫ്രീക്കല്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് കുറച്ച് സാധനങ്ങൾ ഷിഫാദും ചാബ്മാമയും എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മെല്ലെ വിട്ടു. ഇങ്ങോട്ടാ
ഷൗക്ക ഡാം ഇവിടുത്തെ നിങ്ങൾ UAE എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ദുബൈൻ്റെ ആ ഒരു ഏരിയ ആയിരിക്കും എപ്പോഴും ഓർമ്മ വരിക. പക്ഷെ നമ്മൾ പണ്ടത്തെ UAE ഇങ്ങനത്തെ തന്നെയാണ്. അത് ഇപ്പോഴും ഇങ്ങനത്തെ ഒരു ഏരിയ മെയിൻറ്റെയിൻ ചെയ്യുന്ന എമിറേറ്റ്സിൽ കുറച്ചാണ് ഈ അജ്മാൻ, ഫുജൈറ, റാസൽ ഖൈമ. ദുബായ് ആണ് കുറച്ചും കൂടി ഭയങ്കര വെൽ ഡെവലപ്ഡായിട്ട് കിടക്കുന്നത്, കുറച്ച് റഷും വെൽ ഡെവലപ്ഡായിട്ട് കിടക്കുന്നത്. ഡെവലപ്മെൻ്റ് അല്ല, കുറച്ച് എന്താ പറയുക, ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യുന്ന ടൈപ്പിൽ ഡെവലപ്പായി കിടക്കുന്നത് കുറച്ച് ദുബൈയാണ്. പക്ഷേ അബുദാബി എന്ന് പറയുമ്പോൾ ഭയങ്കര പീസ്, കാം അങ്ങനെ ഒരു ഏരിയയാണ്. അതിലും പീസാണ്, കാമാണ് ഈ ഫുജൈറ, അജ്മാൻ, റാസൽ ഖൈമ അതൊക്കെ. അപ്പം നമ്മളിപ്പോൾ റാസൽ ഖൈമൻ്റെ ആ ഒരു ബോർഡർ, ഷാർജ ഷാർജ റാസൽ ഖൈമ ആ ഒരു ബോർഡറാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, എന്നിട്ട് കുറച്ച് ട്രാവൽ ചെയ്തിട്ട് കുറച്ച് സ്പെൻഡ് ചെയ്യാന്നുള്ള ആ ഒരു ഇതിലാണ് നമ്മൾ, പ്ലാനിങ്ങിലാണ്. പക്ഷെ നല്ല ചൂടാണ് കേട്ടോ, നല്ല ഉച്ച ടൈമാണ്, നല്ല നട്ടുച്ച ടൈമാണ്, എന്ന് വെച്ചാൽ 3 മണി. അപ്പോൾ ഇതാട്ടോ ആ ഷൗക്ക ഡാമിൻ്റെയൊക്കെ ഏരിയ. ഷൗക്ക ഡാം എന്ന് പറഞ്ഞ് മെയിൻലി റാസൽ ഖൈമൻ്റെ ഭാഗത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇത് ഒരു നേച്ചർ ലവേഴ്സിന് പറ്റിയൊരു ഏരിയയാണ് ഈ ഷൗക്ക ഡാം. നമുക്ക് വീക്കെൻഡായിട്ട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ, റോക്കി മൗണ്ടെയ്ൻസ്, അതുപോലെ തന്നെ നല്ല വ്യൂ ആണ്. ഈ ഡാം ഫുള്ളായിരിക്കും. ഇത് വിൻ്റർ ടൈമിൽ അടിപൊളി ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ ഈ ഷൗക്ക ഡാം. പക്ഷേ ഇത് സമ്മർ ആയതുകൊണ്ട് ഇവിടെ വെള്ളമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ ഡാം യൂസ് ചെയ്തിട്ടായിരിക്കാം ഇവിടെയുള്ള ആൾക്കാരൊക്കെ പണ്ട് വെള്ളം യൂസ് ചെയ്തിരുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ മലമുകളിൽ നിന്ന് എങ്ങനെ പിന്നെ വെള്ളം കിട്ടുക, അതുകൊണ്ടായിരിക്കും ഈ ഒരു ഡാം അവർ കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ ഇത് മഴവെള്ളം കീപ്പ് ചെയ്യാൻ അതിന് തന്നെയാണ് അതിൻ്റെ അഗ്രികൾച്ചർ പർപ്പസിന് യൂസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്തത്. പക്ഷെ അത് അത്രയും വലിയ ഡാമാണ് കേട്ടോ. പക്ഷേ ചാപ്മാമ പറയുന്നത് കേട്ടിട്ടുണ്ട്, ചാപ്മാമ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ആ ഒരു മൗണ്ടനിലേക്ക് കയറിപ്പോകുന്ന സ്റ്റെയേഴ്സാണ്. ചാപ്മാമ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചാപ്മാമ വിൻ്റർ ടൈമിലൊക്കെ വന്ന സമയത്ത് നല്ല ഫുള്ളായി കിടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ കുറേ സ്റ്റാള് പോലെ അങ്ങനെ ഫുഡിൻ്റെയും അങ്ങനത്തെ കുറേ സ്റ്റാൾസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചാപ്മാമ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഹൈക്കിങ്ങും അതുപോലെ തന്നെ സൈക്ലിങ്ങൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര ഒരു ഉഷാറില്ലാതെ കിടക്കും. കാരണം ചൂടാണല്ലോ ഈ ഏരിയ, മൗണ്ടൻ ഏരിയ ചൂടാകുമ്പോൾ കുറച്ചും കൂടി ചൂടാവുമല്ലോ. ഇത് ഹൈ റേഞ്ച് ഒന്നും അല്ല, അതുകൊണ്ടാണ് ചൂടുള്ളത്. അതുപോലെ തന്നെ ഇതൊരു ഓഫ് റോഡ് അഡ്വെഞ്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അങ്ങനത്തെ കുറേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ബോർഡൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ നമ്മൾ ഈ ഭയങ്കര വിൻ്റർ ടൈമിൽ വന്നാണ് നല്ല അടിപൊളിയായിരിക്കും. കാരണം വേർത്തിരിക്കും ഇങ്ങോട്ട് വരികയാണ്. പക്ഷെ നമ്മൾ വന്ന ടൈം അത്രയ്ക്ക് പോരാ. പിന്നെ ഇത് കണ്ടോ, കോറിയാട്ടോ, ഇവിടുത്തെ കോറിയാണിത്, ഇവിടുത്തെ സ്റ്റോണൊക്കെ. അതുകൊണ്ട് ഫുൾ ഒരു എന്താ പറയുക, ഒരു ക്ലൗഡി ആയിട്ടാണ് തോന്നുന്നുണ്ടായിരുന്നത്. ആ ട്രക്കൊക്കെ ഉണ്ടോ, ആ ഒരു ട്രക്ക് കോറിയിൽ നിന്ന് എടുത്തിട്ട് പോകുന്ന സ്ഥലം. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ UAE തന്നെയാണോ, നമ്മൾ പറയുന്ന UAE ആണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നുണ്ട് അല്ലേ. ഫുൾ മൗണ്ടൈനാണ്, എന്താ പറയുക, രണ്ട് സൈഡും ഫുൾ മൗണ്ടെയ്ൻസ് ആയിട്ട് കിടക്കുക. ഇത് പിന്നെ ഇങ്ങോട്ട് കുറച്ച് നമ്മൾ വന്നപ്പോൾ ഒരു ഡെസേർട്ട് ഏരിയ പോലെ ആയിട്ടുണ്ട്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. നല്ല ഒരു എന്താ പറയുക, ഈ ലോങ് ട്രിപ്പൊക്കെ പോകാൻ ഇഷ്ടമുള്ളവർ ഇത് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മളിതേ ഒന്ന് ട്രാവൽ ചെയ്ത് ഒരു ഈവനിങ് ഒരു 5:30-6 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. 6:30 ആ ഒരു ടൈമായി. അപ്പോൾ നമ്മൾ ഒന്ന് വിചാരിച്ചു ടീ ബ്രേക്ക് എടുക്കാമെന്ന് പറഞ്ഞ് നമ്മളിതേ ടീ കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നമ്മൾ കുറേ ഷോപ്പ് ഇങ്ങനെ നോക്കിയിട്ടോ, പക്ഷെ നമുക്ക് പറ്റിയില്ല. നമുക്കിങ്ങനെ കടി കഴിക്കാൻ ആഗ്രഹം, അപ്പോൾ പറ്റിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, ഇവിടെ വന്നപ്പോൾ നല്ല സ്പ്രിങ് റോൾ അടിപൊളിയുണ്ടായിരുന്നു. ഞങ്ങൾ എത്ര സ്പ്രിങ് റോൾ കഴിച്ചതെന്ന് അറിയില്ല. ഇത് ക്യാമറ ഉള്ള ടൈമിൽ എടുത്തതാട്ടോ. നമ്മൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ ഒരു 3 എടുത്താണ്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ കുറേ സ്പ്രിങ് റോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ചിക്കൻ്റെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങി ഒന്ന് റിലാക്സ്. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പുറത്ത് നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് ചിയൂനായിട്ടും ഒക്കെ നിൽക്കാൻ നമ്മൾ കുറച്ച് റിലാക്സ് ചെയ്ത് നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ കുറേ ക്യാറ്റ്സ് ഉണ്ടായിരുന്നു. ആ ക്യാറ്റ്സിന് ഫുഡ് വാങ്ങിക്കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ചിയും ചാപ്മാമയും കൂടി ക്യാറ്റ്സിന് ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തു. ചിയു അവരെ നോക്കിയിട്ട് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാമെന്നുള്ള ഒരു പ്ലാനിലാട്ടോ. ഇനിയിപ്പോൾ വേറെ എവിടെയും
പോകണ്ടെന്ന് വിചാരിച്ചിട്ട് തിരിച്ചു പോകാമെന്നുള്ള പ്ലാൻ. ഇപ്പോൾ തന്നെ ഒരു 7 ആയിട്ടുണ്ടാവും, 7 കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം ഇപ്പോഴും എന്താ പറയുക, സൺസെറ്റ് ആ ഒരു ടൈമാണ്. ചൂടല്ലേ, സമ്മറാകുമ്പോൾ ഇവിടെ ഭയങ്കര ഡേ ടൈം കുറച്ച് കൂടുതലായിരിക്കും. കണ്ടോ, സണ്ണ് ഉദിച്ച് നിൽക്കുന്നുണ്ട്. സൺ സെറ്റ് ആവാൻ വേണ്ടി ഇങ്ങനെ പോകുന്ന. ഇവിടുന്ന് ഇനിയും നമുക്ക് കുറച്ച് കിലോമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ആ റാസൽ ഖൈമൻ്റെ ആ ഒരു ഭാഗം തന്നെയാണ്. നമ്മളെവിടെ എത്തിയിട്ടില്ല, ദുബൈ എത്തിയിട്ടില്ല. ദുബായി നമ്മൾ എത്തണം, ഷാർജയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയി എത്തണം നമ്മൾക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ചിങ്ങനെ സ്പെൻഡ് ചെയ്ത് കുറച്ചിങ്ങനെ വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെല്ലെ വണ്ടി എടുത്ത് അങ്ങനെ നമ്മൾ വിട്ടു. മെല്ലെ റൂം എത്താമെന്ന് പറഞ്ഞു. നമ്മൾ റൂം എത്തിയപ്പോൾ കുറച്ചൊരു 8:30 ഒക്കെ ആയിട്ടോ. ഇവിടുന്ന് 7:30 ഒക്കെ ആകുമ്പോൾ പോയിട്ട് അവിടെ എത്തുമ്പോൾ ഒരു 8:30 ഒക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ബൈ ബൈ, അസ്സലാമു അലൈക്കും.